മദ്യനയവുമായി ബന്ധപ്പെട്ട ബാർ ഉടമകളുമായി മന്ത്രി എം.പി. രാജേഷ് ചർച്ച നടത്തി. ബാറുകളുടെ പ്രവർത്തന സമയം രാവിലെ 10 മുതൽ രാത്രി വരെയാക്കണമെന്നും ഡ്രൈ ഡേ ഒഴിവാക്കണമെന്നും ബാർ ഉടമകളുടെ സംഘടന യോഗത്തിൽ ആവശ്യപ്പെട്ടു. മദ്യനയത്തിലെ ഇളവിന് വേണ്ടി കോഴ നൽകാൻ ബാറുടമകളിൽ നിന്നും പണപ്പിരിവ് ആവശ്യപ്പെട്ട് പുറത്തുവന്ന ശബ്ദ സന്ദേശത്തോടു കൂടിയാണ് സർക്കാരിന്റെ പുതിയ മദ്യനയം വിവാദമായത്. ഈ സാഹചര്യത്തിൽ ബാറുടമകളുടെ ആവശ്യം സർക്കാർ അംഗീകരിക്കാൻ സാധ്യതയില്ല. ബാർ ഉടമകളുടെ ആവശ്യം പരിശോധിക്കണമെന്ന നിലപാടാണ് സർക്കാർ യോഗത്തിൽ കൈക്കൊണ്ടത്. അവർ പറഞ്ഞു ഞങ്ങൾ കേൾക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഈ ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് നയം രൂപീകരിക്കും. ഒരു കാര്യം വ്യക്തമായല്ലോ, അല്ല നിങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല, മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷം എന്താ പറഞ്ഞത്? നയം നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞു എന്നാണ്. ഇപ്പോൾ ഇന്നലെ ഇന്നുമായിട്ടാണ് ചർച്ച തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ വ്യക്തമായല്ലോ, ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണല്ലോ ചർച്ച ആരംഭിച്ചിട്ടില്ല, ചർച്ച നടക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന്. പ്രതിപക്ഷമാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ ചർച്ച നടന്നു കഴിഞ്ഞു, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ചർച്ച നടന്നു കഴിഞ്ഞു. വിവാദങ്ങളിൽ പ്രതികരിക്കാൻ ബാർ ഉടമകൾ തയ്യാറായില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അഡ്മിനാണോ എന്നറിയില്ലെന്നും ഇതിൽ അന്വേഷണം നടക്കട്ടെ എന്നുമായിരുന്നു സുനിൽകുമാറിന്റെ പ്രതികരണം. ബാർ ഉടമസ്ഥന്റെ മകളെയാണ് അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നു എന്നുള്ളതും അതുമായിട്ട് ബന്ധമുള്ളതുമായിട്ടും അറിയാം. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അത് ആ അർജുൻ്റെ ഫാദറിലയുടെ പേരിലുള്ള നമ്പറാണ്. അപ്പം അത് അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയില്ല. അപ്പം അന്വേഷണത്തിലുള്ള കാര്യത്തിൽ ഞങ്ങൾ എന്ത് പറയാനാ? ബാറുകളിൽ സെക്കൻഡ്സ് മദ്യം വിൽക്കുന്നതായുള്ള വിവരം പ്രതിപക്ഷ നേതാവിന് എവിടെ നിന്ന് ലഭിച്ചെന്നറിയില്ല. അങ്ങനെയെങ്കിൽ എക്സൈസ് വകുപ്പിനെ അറിയിച്ച് നടപടി സ്വീകരിക്കട്ടെ എന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.